ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ +2 ബിസിനസ് സ്റ്റഡീസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റാണ്. ഫിനാൻഷ്യൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, അതിനുവേണ്ടി ഫോം ചെയ്തതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. It helps in the mobilization of savings and channelizing them into most productive uses. അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മളെ സഹായിക്കുന്നത് സേവിങ്സ് മൊബിലൈസ് ചെയ്യുക, ആ സേവിങ്സിനെ എന്ത് ചെയ്യുക, മോസ്റ്റ് പ്രൊഡക്റ്റീവ് പർപ്പസിലേക്ക് ഈ സേവിങ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ സേവേഴ്സ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് ബൈ മൊബിലൈസിങ് ഫണ്ട് ബിറ്റ്വീൻ ദം. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, സേവ് ചെയ്യുന്ന ആൾക്കാരെയും ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ ലിങ്ക് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്ലാസിഫൈഡ് ഇൻറ്റു ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ചാനലൈസിങ് ദം ഇൻറ്റു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസസ് ആണ്. നമ്മൾ സേവിങ്സിനെ എന്ത് ചെയ്യുകയാണ്, മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസസിലേക്ക് ഫണ്ട് ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ട്, ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രൈസ് ഡിസ്കവറി ഫോർ ദ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസ് ഡിസ്കവറി നടത്തുക എന്നുള്ളതും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. തേർഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ലിക്വിഡിറ്റി ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാഷാക്കി മാറ്റുക എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസറ്റ് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്നതാണ് മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എന്നത്. അപ്പം ഫിനാൻഷ്യൽ അസറ്റിനെ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫംഗ്ഷനിൽ പെടുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്പ് ടു സേവ് ടൈം, എഫേർട്ട് ആൻഡ് മണി ഓഫ് ബോത്ത് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബയേഴ്സിനെയും സെല്ലേഴ്സും ഉണ്ടല്ലോ, അവരുടെ പണം സേവ് ചെയ്യുക, അവരുടെ പണം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുക, സേവ് ചെയ്യാൻ അവരെ സഹായിക്കുക, അതിൻ്റെ സമയം സേവ് ചെയ്യാൻ സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫങ്ഷൻസുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഗ്രാഫാണ് നമ്മൾ പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് രണ്ട് സെക്ടറായി തിരിക്കുന്നു, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. അതിൻ്റെ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് മണി മാർക്കറ്റ് എന്താണെന്നാണ്. ദ മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട് വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ്സ്. ഓക്കെ, അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഫണ്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. സിമ്പിളായിട്ട് എടുത്തുള്ളൂ, ഷോർട്ട് ടൈം ഫണ്ട് ഡീലിംഗ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ഷോർട്ട് ടൈം ഫണ്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹൂസ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 ഇയർ. അതായത് ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് അപ് ടു 1 ഇയർ ആണ്. അതായത് മണി മാർക്കറ്റ് ഡീൽസ് ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അവിടെ അപ് ടു 1 ഇയർ വരുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസാണ് ഡീൽ ചെയ്യുന്നത്. ദീസ് അസറ്റ്സ് ആർ ക്ലോസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മണി. അതായത് ഈ അസറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മണിയാണ്, പണത്തിന് തുല്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന അസറ്റ്സുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ. ഇപ്പോൾ മണി മാർക്കറ്റിൽ ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജംഗ്ഷനിലോ ബാങ്ക് പോലെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല എന്ന് പറയുന്നത്. ദ മേജർ പാർട്ടിസിപ്പൻസ് ഇൻ ദ മണി മാർക്കറ്റ് ആർ RBI, കൊമേഴ്സ്യൽ ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലാർജ് കോർപ്പറേറ്റ് ഹൗസസ് ആൻഡ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന് മണി മാർക്കറ്റിന് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞത്. മേജർ പാർട്ടിസിപ്പൻ്റ് ഏതൊക്കെയാണ്? RBI മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റാണ്, കൊമേഴ്സ്യൽ ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലാർജ് കോർപ്പറേറ്റ് ഹൗസസുകളെ, മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം മണി മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻ്റാണ് എന്നാണ് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. ഒന്ന് കോൾ മണിയാണ്. കോൾ മണി ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ബാങ്ക് ബോറോ ഫ്രം ഈച്ച് അതർ ടു ഏബിൾ ടു മെയിൻറ്റെയിൻ ദ ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ കോൾ മണി എന്ന് പറയുന്നത് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ബാങ്ക് ബോറോ ഫ്രം ഈച്ച് അതർ ടു ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ബാങ്കുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, പണം ബോറോ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അവിടെ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ബാങ്കുകൾ തമ്മിലുള്ള പണം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഈ കോൾ മണി എന്ന് പറയുന്നത്. ദ കോൾ മണി ഫണ്ട് ആർ ഫോർ വെരി ഷോർട്ട് പീരീഡ് ഓഫ് 1 day to 15 days ആണ്. അതായത് നമുക്ക് ഒരു ബാങ്കിൽ പണമില്ല എന്നുണ്ടെങ്കിൽ വേറെ ബാങ്കിൽ നിന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ഇതുവഴി കഴിയും. അത് ഒരു ദിവസം മുതൽ 15 ദിവസം വരെ ഇങ്ങനെ കടമെടുക്കാമെന്നുള്ളതാണ്. ദ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ഓൺ കാൾ മണി ലോൺസ് ഈസ് നോൺ ആസ് ദ കാൾ റേറ്റ്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഇങ്ങനെ ഫണ്ട് ബാങ്കുകൾ തമ്മിൽ അറേഞ്ച് ചെയ്ത്
ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ റേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ട്രഷറി ബില്ലാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രഷറി ബില്ല്. ട്രഷറി ബിൽസ് ആർ ഓൾസോ നോൺ ആസ് സീറോ കൂപ്പൺ ബോണ്ട്. ട്രഷറി ബില്ല് നമ്മൾ അറിയപ്പെടുന്നത് സീറോ കൂപ്പൺ ബോണ്ട് എന്നാണ്. ഇഷ്യൂഡ് ബൈ ദ RBI ആണ്. ഇത് RBI ഇഷ്യൂ ചെയ്യുന്നതാണ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മീറ്റ് ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി RBI ഇഷ്യൂ ചെയ്യുന്ന ഒരു സീറോ കൂപ്പൺ ബോണ്ടാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ഷോർട്ട് ടൈം ഫണ്ടിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ്, RBI ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഇത് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. ദീസ് ആർ സോൾഡ് ടു ബാങ്ക് ആൻഡ് ടു ദ പബ്ലിക്. അപ്പോൾ ട്രഷറി ബില്ല് ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യും, അതേപോലെ തന്നെ പബ്ലിക്കിനും എന്ത് ചെയ്യും, സോൾഡ് ചെയ്യും, സെയിൽ ചെയ്യും. ദേ ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദെയർ ഫേസ് വാല്യൂ. അതായത് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്ന ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക്. ഇപ്പം 100 രൂപ വിലയുള്ള ട്രഷറി ബില്ല് 80 രൂപയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിനോ ബാങ്കുകൾക്കോ ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ റീപെയ്ഡ് അറ്റ് എ പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിലാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 80 രൂപയ്ക്ക് നമുക്ക് തന്ന ഈ ട്രഷറി ബില്ല് നമുക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ട്രഷറി ബില്ലിന് നമ്മൾ പണം സെൻട്രൽ ബാങ്കിൽ കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് തരും. മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞായിരിക്കും തരുന്നത്. ആ കാലയളവിൽ നമുക്ക് 20 രൂപ കൂടെ, അതായത് 100 രൂപ വെച്ചായിരിക്കും തരുന്നത്. അതാണ് ഇഷ്യൂഡ് അറ്റ് ലോവർ ദാൻ ദ ഫേസ് വാല്യൂ ആൻഡ് റീപെയ്ഡ് അറ്റ് പാർ. ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, തിരിച്ച് നൽകുന്നത് പാർ വാല്യൂ വെച്ചാൽ ഫേസ് വാല്യൂവിനായിരിക്കും. ട്രഷറി ബിൽസ് ആർ അവൈലബിൾ ഫോർ എ മിനിമം എമൗണ്ട് ഓഫ് ₹25,000. അപ്പോൾ ട്രഷറി ബില്ലിൻ്റെ മിനിമം എമൗണ്ട് 25,000 ആൻഡ് ഇൻ മൾട്ടിപ്പിൾസ് ദെയർ ഓഫ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിളുകളായിട്ടാണ്. മിനിമം 25,000, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ദ ഇഷ്യൂ പീരീഡ് റേഞ്ച് ഫ്രം 14 to 364 ഡേയ്സാണ്. അതിൻ്റെ ഇഷ്യൂ പീരീഡ് എന്ന് പറഞ്ഞാൽ 14 ദിവസം വരെ, അല്ലെങ്കിൽ മിനിമം 14 ദിവസം, മാക്സിമം എത്രയാണ്, 364 ദിവസം വരെയാണ് ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി കൊമേഴ്സ്യൽ ബിൽസ് ആണ്. അപ്പോൾ കൊമേഴ്സ്യൽ ബിൽ ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ്ഡ് ടു ഫിനാൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് ഫൈമാണ്. ഇപ്പോൾ കൊമേഴ്സ്യൽ ബില്ല് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, യൂസ്ഡ് ടു ഫിനാൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് ഫൈമാണ്. ബിസിനസ് ഫൈമുകൾക്ക് വേണ്ടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതാണ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇത് കൊമേഴ്സ്യൽ ബില്ല് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം നെഗോഷ്യബിൾ സെൽഫ് ലിക്വിഡേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫിനാൻസ് ദ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഫൈമാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടൈം നെഗോഷ്യബിൾ സെൽഫ് ലിക്വിഡേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു ഫിനാൻസ് ദ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് എ ഫെയിമാണ്. അപ്പോൾ കൊമേഴ്സ് ബില്ല് കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഫെയിമിന് വേണ്ടിയാണ്, അല്ലേ? യൂസ് ചെയ്യുന്നത് ഫെയിമുകളുടെ കടത്തിന് സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി, അല്ലെ അതിനൊക്കെ ക്രെഡിറ്റ് സെയിൽസിനെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കൊമേഴ്സ്യൽ ബില്ലുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അടുത്താണ് കൊമേഴ്സ്യൽ പേപ്പർ. അത് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ദ ലാർജ് ആൻഡ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ടു റേസ് ഷോർട്ട് ടൈം ഫണ്ട് അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ ദ മാർക്കറ്റ് റേറ്റ് ആണ്. ഇതും ഒരു ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. സെക്യൂരിറ്റി ഇല്ലാത്ത അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ്. ലാർജ് ആൻഡ് ക്രെഡിറ്റ് വർത്തി കമ്പനികളാണ്, അതായത് ബിഗ് കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുള്ള കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അത് ഷോർട്ട് പീരീഡിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ മാർക്കറ്റ് റേറ്റിനേക്കാളും ലോവർ റേറ്റിൽ ഇൻട്രസ്റ്റ് ലോവർ റേറ്റിലായിരിക്കും നൽകുന്നത് കൊമേഴ്സ്യൽ പേപ്പർ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ ഇൻട്രസ്റ്റ് ആയിരിക്കും നൽകുന്നത്. ഈ യൂഷ്വലി ഹാസ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 15 days to 1 year. അതായത് മിനിമം 15 ദിവസം വരെ, മാക്സിമം 1 വർഷം വരെ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈ സോൾഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമേഡ് അറ്റ് പാറ. ഇത് വിൽക്കുന്നത് എന്താണ്, ഡിസ്കൗണ്ടില്ല. 100 രൂപ വിലയുള്ളത് 80 രൂപയ്ക്ക് വിൽക്കുന്നു, തിരിച്ചു കൊടുക്കുന്നത് ഫേസ് വാല്യൂ 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കും. അതാണ് കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ പ്രത്യേകത. അടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആണ്. CDs ആർ അൺസെക്യൂർഡ് നെഗോഷ്യബിൾ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻറ്റ് ഇൻ ബീറർ ഫോം ഇഷ്യൂഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം CDസും സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റും അൺസെക്യൂർഡ് ആണ്, ഇതും നെഗോഷ്യബിളാണ്. അത് ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻറ്റ് ഇൻ ബീറർ ഫോം. അപ്പോൾ അതായത് അൺസെക്യൂർഡ് നെഗോഷ്യബിൾ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻ്റ് ഒരു ബിയർ ഫോമിലാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊമേഴ്സ്യൽ ബാങ്കുകളാണ് ഏത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അൺസെക്യൂർഡ് നെഗോഷ്യബിൾ ആൻഡ് ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻ്റ് ആണ്. ദീസ് ഹെൽപ്പ് ടു മൊബിലൈസ് ദ ലാർജ് എമൗണ്ട് ഓഫ് മണി ഫോർ എ ഷോർട്ട് പീരീഡ്. അപ്പോൾ ഇത് ലാർജ് എമൗണ്ട് ഓഫ് മണി ഷോർട്ട് പീരീഡിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ മിനിമം 91 days, മാക്സിമം 1 year. അപ്പം ഒരു 91 ദിവസം മിനിമം, മാക്സിമം 1 വർഷം വരെയാണ്. അടുത്തതിന് ബ്രിഡ്ജ് ഫിനാൻസിങ് എന്താണെന്നൊരു ചെറിയ ടൈം പറയുകയാണ്. നോട്ട് ടു റേസ് ദ ലോങ് ടൈം ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ദ കമ്പനി വിൽ ഹാവ് ടു ഇൻകർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. നമുക്കറിയാം, ഇപ്പോൾ റേസ് എ ലോങ് ടൈം ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ലോങ് ടൈം ഫണ്ട് കണ്ടെത്തണമെന്നെങ്കിൽ കമ്പനികൾക്ക്
ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അതായത് ഇത് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടാകുന്ന ചിലവുകളുണ്ട്. കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോട്ടിങ് ഓഫ് ഇഷ്യൂ അറ്റ് ബ്രോക്കറേജ്, കമ്മീഷൻ, അഡ്വർടൈസിങ്, ഇതൊക്കെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബ്രോക്കറേജും കമ്മീഷനും അഡ്വർടൈസിങ്ങും ഒക്കെയാണ് ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ലോങ് ടൈമിൽ ഫണ്ട് കണ്ടെത്തുന്നതിന് എന്തുണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫണ്ട് യൂസ്ഡ് ടു മീറ്റ് ദീസ് കോസ്റ്റ് ആർ നോൺ ആസ് ബ്രിഡ്ജ് ഫിനാൻസ്. അപ്പോൾ ഈ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ഫണ്ട് കണ്ടെത്തുകയാണ്. ഫണ്ട് യൂസ്ഡ് ടു മീറ്റ് ദ കോസ്റ്റ് നോൺ ആസ് ബ്രിഡ്ജ് ഫിനാൻസ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് പറയാം. ഫണ്ട് യൂസ്ഡ് ടു മീറ്റ് ദീസ് കോസ്റ്റ്, അതായത് ഈ കോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫണ്ട് കണ്ടെത്തുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലോങ് ടൈമിൽ ഫണ്ട് ആവശ്യമായി വരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് പറയുന്ന സിസ്റ്റമാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ റേസ്ഡ് ത്രൂ കൊമേഴ്സ്യൽ പേപ്പർ, ഇങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ ബ്രിഡ്ജ് ഫിനാൻസിങ് ആണ്. ഇങ്ങനെ കൊമേഴ്സ്യൽ പേപ്പറൊക്കെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്രിഡ്ജ് ഫിനാൻസിങ് എന്നാണ് പറയുന്നത്. Okay, DFHI is established for the specific objectives of providing ready market for money market instrument ആണ്. ഇത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രൊവൈഡിങ് റെഡി മാർക്കറ്റ് ഫോർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾക്ക് റെഡി മാർക്കറ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് ഈ DFHI എന്ന് പറയുന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമുക്കിനി ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാം. അപ്പോൾ മണി മാർക്കറ്റിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.